നിയോഗത്താലേ മോനെ, അമ്മ വിളിക്കുന്ന കേട്ടുകൊണ്ടായിരുന്നു ഇരുവരും പിടഞ്ഞു മാറിയത്. അഥർവ ചെന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങോട്ട് കയറി വന്നിട്ട് നിന്നെയും കാണാതായപ്പോ ഞാൻ കരുതി എന്തു പറ്റിയെന്ന്. നന്ദമോൾ എണീറ്റോ? അയാൾ വാഷ്റൂമിലാണെന്ന് തോന്നുന്നു. പനിയോ മറ്റോ ഉണ്ടോ മോനെ? പനിയൊന്നുമില്ലമ്മേ. അവൾക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് വിളിച്ചപ്പോ ഇത്തിരി നേരം കഴിഞ്ഞാണ് അവൾ എണീറ്റത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ദേഹമൊക്കെ കഴുകി വരാന്ന് പറഞ്ഞതാ. ഓ, ഞാനിങ്ങ് പേടിച്ചു പോയി. വാടി തളർന്നൊരു പരുവായിട്ടാ വന്നത്. കുറച്ചു ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് പോയതിന്റെ ആവുന്നാ ഞാൻ കരുതിയേ. പിന്നെ നിന്നെ കൂടി കാണാതായതോടെ എന്തു പറ്റിയെന്നോർത്തു. രണ്ടുപേർക്കും ചായ എടുത്തു വെച്ചിട്ടുണ്ട്. താഴേക്ക് വാ കേട്ടോ മോനെ. ഇന്ദിര പറഞ്ഞതോടെ അഥർവ് മെല്ലെ തലയാട്ടി. ഇന്ദിര ഇറങ്ങി പോയ ശേഷമാണ് ശ്രീനന്ദ ഒന്ന് മുഖമൊക്കെ കഴുകി വൃത്തിയായി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. പതിയെ അവൾ അവന്റെ അടുത്തേക്ക് വന്നു. നന്ദ, വേണ്ടാത്ത ചിന്തകളെയൊന്നും മനസ്സിലിട്ട് താലോലിക്കാൻ നിൽക്കണ്ടാട്ടോ. തന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പഠനമാണ്. നന്നായി പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങിക്കണം. അതായിരിക്കണം എപ്പോഴും മനസ്സിൽ. അഥർവ പറഞ്ഞത് കേട്ട് ശ്രീനന്ദ അവനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു. അല്പം മുൻപ് വരെ തന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ പെണ്ണിന്റെ ആ ഭാവമാറ്റം കണ്ടപ്പോ അവനോളുടെ കാതിൽ മെല്ലെ ഒന്ന് കിഴുകി. അതെ, എന്റെ നന്ദ കരയുന്നു എനിക്കൊട്ടും സഹിക്കില്ല കേട്ടോ. ഇനി ഇത് ആവർത്തിക്കരുത്. അവളുടെ മുഖം തന്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു, കുറെ വർഷങ്ങൾ നീ ഒരുപാട് കരഞ്ഞതല്ലേ. ഇനി അതൊക്കെ ഒരു വല്ലാത്ത സ്വപ്നം പോലെ മറന്നു കളയണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ദൂരം ഒരുമിച്ച് താണ്ടേണ്ടവരാണ് നമ്മൾ. എനിക്ക് തുണയായിട്ടെന്നും കൂടെ ഉണ്ടാകേണ്ടവളാണ് നീ. അപ്പൊ എന്റെ നന്ദപ്പെണ്ണിങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവൻ ചോദിച്ചതിന് മറുപടിയെ കാലിന്റെ പെരുവിരൽ തുമ്പിൽ ഒന്നുയർന്ന് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൾ അവന്റെ ഇരു കവിളുകളിൽ മാറി മാറി മുത്തം നൽകി. എന്നിട്ട് നാണത്തോടെ ഒറ്റ ഓട്ടത്തിന് താഴേക്ക് പോവുകയും ചെയ്തു. ഓരോ നിമിഷവും തന്റെ പെണ്ണിലേക്ക് അലിഞ്ഞു ചേരാനാണ് അവന്റെ മനസ്സ് കുറിച്ചതെങ്കിലും അതിനെയൊക്കെ കടിഞ്ഞാണിട്ട് നിർത്തി അവളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്നതായിരുന്നു അഥർവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശ്രീനന്ദ താഴെ എത്തിയപ്പോൾ ഇന്ദ്രയും ആര്യൻകുട്ടനും കൂടി ഹോളിലിരിപ്പുണ്ട്. ക്ഷീണമൊക്കെ മാറിയോ മോളെ? ഇന്ദ്ര വാത്സല്യത്തോടെ ചോദിച്ചു. ഓമ്മ, ചൂടുവെള്ളത്തിൽ മേല് കഴുകിയപ്പോ നല്ല ആശ്വാസം തോന്നി. എന്താ പറ്റിയേ? എന്റെ കുട്ടിക്കുള്ളിൽ പനിയോ മറ്റും ഉണ്ടോ ദൈവമേ? ഇന്ദിര പരിഭ്രമത്തോടെ അരികിൽ വന്ന് അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ചു നോക്കി. ഇല്ലമ്മേ, ഇപ്പൊ പനിയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവൾ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ശേഷം അമ്മ ഉണ്ടാക്കി വെച്ച പരിപ്പോടയിൽ നിന്നും ഒരെണ്ണം എടുത്ത് കടിച്ചു. സൂപ്പർ, അമ്മയ്ക്ക് എന്തൊരു കൈപുണ്യമാ. പരിപ്പോടെ അവൾ അത്രമേൽ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. നേരിയ എരിവുണ്ടായിരുന്നെങ്കിലും അതിന് വല്ലാത്തൊരു രുചിയായിരുന്നു. ഒപ്പം ചൂട് ചായ കൂടി ഇറക്കി കുടിച്ചുകൊണ്ടവൾ തള്ളവിരൽ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു. ആര്യൻകുട്ടന്റെ അടുത്ത് നിന്നിട്ട് അവനും ആ പരിപ്പുടയിൽ നിന്നും കുറേശ്ശെ മുറിച്ചു കൊടുത്തു. രണ്ടാളും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഥർവ് താഴേക്ക് ഇറങ്ങി വന്നത്. ഫ്ലാസ്കിൽ നിന്ന് ഒരു ചെറിയ കപ്പിലേക്ക് ശ്രീനന്ദയാണ് അവന് ചായ പകർന്നു നൽകിയത്. ചായക്കപ്പ് വാങ്ങി ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു, അമ്മ അച്ഛനോട് പോയി? അച്ഛൻ ആ തൊടിയിൽ എവിടെയോ ഉണ്ട് മോനെ. പയറും പാവലും ഒക്കെ നനയ്ക്കാൻ പോയതാ. അവനൊന്ന് മൂളി. ആര്യൻകുട്ടനോട് സ്കൂളിലെ വിശേഷങ്ങളെ ചോദിച്ചുകൊണ്ട് അവന്റെ ഒപ്പമായിരുന്നു. ആര്യനും അഥർവും ശ്രീനന്ദയും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രയുടെ മനസ്സ് മുഴുവൻ ഒരുപോലെ നിറഞ്ഞു. തന്റെ മകനും അവന്റെ കുഞ്ഞിനും കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ശ്രീനന്ദയെന്ന് അവരെപ്പോഴും ഓർക്കും. എന്നും തന്റെ മക്കൾ ഇതുപോലെ സന്തോഷത്തോടെ കഴിയണേ എന്ന് മാത്രമായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന. ആര്യൻകുട്ടന്റെ രഹസ്യം ഓർത്തപ്പോൾ ഇന്ദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് ആര്യൻകുട്ടൻ ആരോടും പറയരുതെന്ന് സത്യം ചെയ്യിപ്പിച്ച് അച്ഛമ്മയുടെ കാര്യം പറഞ്ഞത്. എന്താണ് മോനെ? അച്ഛമ്മ ആരോടും പറയില്ലെന്നേ. ഇന്ദിര അവനെ പ്രോത്സാഹിപ്പിച്ചു. അതെ അച്ഛമ്മ, ആന്റി എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. എന്ത് പ്രോമിസ്? ആന്റിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം എനിക്കൊരു അനിയത്തിക്കുട്ടിയെ തരാറ്. ഓഹോ, അത് ശരി. ആന്റി സമ്മതിച്ചോ? സമ്മതിച്ചോ? ആന്റി ഉറപ്പായിട്ടും എനിക്കൊരു അനിയത്തിക്കുട്ടിയെ തരും. അത് കഴിഞ്ഞ് എനിക്ക് കൂട്ടുകൂടെ
ഒരനിയൻകുട്ടിനെയും തരാന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ ആര്യൻകുട്ടിന് ഇഷ്ടം പോലെ കൂട്ടുകാരാകുമല്ലോ. ഉം എനിക്ക് അനിയനും അനിയത്തിയും വേണം. ആദ്യം അനിയത്തി മതി, പിന്നെ രണ്ടാമത് അനിയനെ കിട്ടണം. ആയിക്കോട്ടെ, നമുക്ക് പറയാട്ടോ. ആന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുവാവെ മേടിക്കാം. അച്ഛമ്മേ, ഇക്കാര്യം അച്ഛനോടോ ആരോടും പറയല്ലേ, അവൻ കുറുമ്പോടെ ഓർമ്മിപ്പിച്ചു. ഇല്ലടാ, അച്ഛമ്മ ആരോടും പറയില്ല. ആര്യക്കുട്ടിന് അച്ഛമ്മ വിശ്വാസമില്ല. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ആന്റി എന്നോട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇക്കാര്യം ഒരിക്കലും ആരുമായിട്ടും ഷെയർ ചെയ്യരുതെന്ന്. ഇനി മോനിത് ആരോടും പറയണ്ട കേട്ടോ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ട് ആന്റി എനിക്ക് അനിയത്തിക്കുട്ടിയെ തന്നില്ലെങ്കിലോ? അവന്റെ ആ നിഷ്കളങ്കമായ സംസാരവും മുഖഭാവവും ഓർത്തപ്പോ ഇന്ദിരയ്ക്ക് അടക്കാനാവാതെ ശബ്ദമുയർന്നു പോയി. അവർ ഉറക്കെ ചിരിച്ചു. എന്താമ്മേ, എന്തു പറ്റി? അതർവ് പെട്ടെന്നവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചോ. ഏയ്, ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഓർത്ത് ചിരിച്ചതാ. അമ്മ എന്താണ് ഓർത്ത് ചിരിച്ചത്? ഞങ്ങൾ കൂടി കേൾക്കട്ടെ. എടാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലടാ. ഞങ്ങളും കൂടെ ചിരിക്കട്ടമ്മേ, കാര്യം പറയുന്നേ. അതർവ് വീണ്ടും നിർബന്ധിച്ചെങ്കിലും ഇന്ദിര മറുപടിയൊന്നും പറയാതെ നാണത്തോടെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അതർവ് സംശയത്തോടെ ശ്രീനന്ദയെ പുരികുയർത്തി എന്താണെന്ന് അറിയാമെന്ന് ആംഗ്യം കാണിച്ചു. അവൾ തനിക്കൊന്നും അറിയില്ലെന്ന അർത്ഥത്തിൽ ചുമൽ ചലിപ്പിച്ചു. ആ സമയം നോക്കിയാണ് മാധവൻ പുറത്തുനിന്ന് കയറി വന്നത്. അവരെ കണ്ട് ശ്രീനന്ദ സെറ്റിൽ നിന്ന് എണീറ്റു. അവിടെ ഇരുന്നോ മോളെ, നീ എങ്ങോട്ടാ എഴുന്നേറ്റ് പായുന്നത്? അയാൾ വാത്സല്യത്തോടെ അവളെ നോക്കി ചോദിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന നേരത്താണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. ഇതാരാണ് ഈ സമയത്ത് എന്ന് ചോദിച്ചുകൊണ്ട് മാധവൻ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. മോനെ അരുണാടാ. അച്ഛൻ പറയുന്നത് കേട്ട് അതർവ് എഴുന്നേറ്റു. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ അരുണിന്റെ കാര്യം? ശ്രീനന്ദയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി അതർവ് പറഞ്ഞതും അവൾ തലകുലുക്കി. അവന്റെ കൂട്ടുകാരൻ അരുണും ഭാര്യയും അവരുടെ 2 കുഞ്ഞുങ്ങളും കൂടി വെറുതെ വന്നതാണ്. ആഹാ, നീലിമയുണ്ടോ? അതർവ് ചോദിക്കുന്നത് അകത്തു നിന്ന ശ്രീനന്ദയും കേട്ടു. പുഞ്ചിരിയോടെ അവരെല്ലാവരും കൂടി അകത്തേക്ക് വന്നു. ഇതെന്താ മക്കളെ, ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നത്? ആകെപ്പാടെ ആണ്ടിന് സംക്രാന്തിക്കുവാ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്നത്. ഒന്ന് പറഞ്ഞിട്ട് വരേണ്ടേ നിങ്ങൾ? ഇന്ദിര ചെന്ന് നീലിമയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളോട് സംസാരിക്കുന്നുണ്ട്. ശ്രീനന്ദ മാത്രം ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടു നിൽക്കുകയാണ്. ആന്റി, സത്യം പറഞ്ഞാലേ ഈ സൺഡേ ഇങ്ങോട്ട് വരാന്ന് കരുതിയാ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്തത്. പക്ഷേ നമ്മുടെ ഗ്രീഷ്മാന്റിയുടെ വീട് വരെ ഇന്ന് വരേണ്ടി വരും. അത്യാവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാ. പിന്നെ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാന്ന്. അടുത്തയാഴ്ച ഞങ്ങൾ തിരിച്ചു പോകും. അരുണും കുടുംബവും ദുബായിലാണ്. ഒരു പ്രാവശ്യം അതർവ് അവരെ കാണാൻ വേണ്ടി പോയതാണ്. അവർ നാട്ടിലെത്തിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചോക്ലേറ്റുകളൊക്കെ ആര്യൻകുട്ടിനു വേണ്ടി അരുൺ അതർവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ ആദ്യമായിട്ടാണ് അരുണും നീലിമയൊക്കെ കാണുന്നത്. നീലിമ മുൻപരിചയമുള്ളതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ ശ്രീനന്ദയോട് ചോദിക്കുന്നത്. ശ്രീനന്ദയ്ക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കമ്പനിയൊക്കെ ആകാൻ ഒരു ബുദ്ധിമുട്ടാണ്. അവൾ പതിയെ പതിയെ 1ഉം 2ഉം സംസാരിച്ചു നിൽക്കുന്നതേയുള്ളൂ. കാപ്പി എടുക്കാന്ന് പറഞ്ഞ് ശ്രീനന്ദ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോയി. ഭവാനിയമ്മ കുളിക്കാൻ കയറിയതായിരുന്നു. ശ്രീനന്ദ അവർക്ക് എല്ലാവർക്കും വേണ്ടി ബ്രൂ കോഫിയാണ് എടുത്തത്. ഒപ്പം ഇന്ദിര ഉണ്ടാക്കി വെച്ച പരിപ്പൊടി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു പടല ഞാലിപ്പൂവമ്പഴം ഇറുത്തെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. ഹൽവയും ചിപ്സും ആര്യൻകുട്ടന്റെ പലഹാരപ്പെട്ടിയിലുണ്ട്. അതും ബിസ്ക്കറ്റും എല്ലാം കൂടി അവൾ പ്ലേറ്റുകളിലായി നിർത്തി. ഡൈനിങ് ടേബിളിലേക്ക് ഇന്ദിരയും ശ്രീനന്ദയും കൂടിയാണ് ഓരോന്നായി കൊണ്ടുവന്നു വെച്ചത്. ആഹാ, ഇത് കൊള്ളാലോ. ഞങ്ങൾ വിളിച്ചു പറയാതെ വന്നിട്ട് ഇവിടെ ഇത്രയും പലഹാരങ്ങളുണ്ടെങ്കിൽ ഇനി അറിയിച്ചിട്ട് വന്നാലത്തെ അവസ്ഥ എന്താണ്? അരുൺ അതർവിനെ നോക്കിയപ്പോൾ അവൻ ഒന്ന് ചിരിച്ചു. പിന്നീട് ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കുറേ നേരം ഇരുന്നു. അരുണിന്റെ മക്കളും ആര്യൻകുട്ടനും തമ്മിൽ പെട്ടെന്ന് കമ്പനിയായി. അവർ 3 പേരും കൂടി പ്ലേ റൂമിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ ശ്രീനന്ദ ചെന്ന് അവരെന്ത് ചെയ്യുവാണെന്ന് നോക്കുന്നുണ്ട്. കാരണം കുട്ടികളല്ലേ, വികൃതി എന്തെങ്കിലും ഒപ്പിച്ചാലോ എന്ന് കരുതിയാണ് ശ്രീനന്ദ ചെന്ന് കൂടെ കൂടെ നോക്കുന്നത്. ശ്രീനന്ദയുടെ ആ കരുതലും സ്നേഹവുമൊക്കെ അരുണും നീലിമയും കണ്ടു മനസ്സിലാക്കുകയായിരുന്നു. ഇടയ്ക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോ അരുൺ ശബ്ദം താഴ്ത്തി അതർവിനോട് അക്കാര്യം പറയുകയും ചെയ്തു. എടാ, സത്യം പറയാലോ,
ഈ പെങ്കൊച്ചിനെ നിനക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നത് തന്നെയാ. അതിനെന്നെ പ്രായമുണ്ട്. എന്നാൽ പോലും സ്വന്തം അമ്മയെ പോലെയാണ് നമ്മുടെ കുഞ്ഞിനെ അവൾ നോക്കുന്നത്. റിയലി ലക്കി മാൻ. അരുൺ അഥർവിന്റെ കയ്യിൽ പിടിച്ചു. ശേഷം അവന്റെ തോളിൽ ഒന്ന് തട്ടി. മറുപടിയൊന്നും പറയാതെ അഥർവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അവന്റെ ആ നിറഞ്ഞ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവന് ശ്രീനന്ദയോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ. അത്താഴം കഴിച്ചിട്ട് പോകാന്ന് ഇന്ദിരാമ്മ നിർബന്ധം പറഞ്ഞതോടെ അരുണും നീലിമയും ഒക്കെ അവിടെ തന്നെ നിന്നു. ഉച്ചക്കത്തെ അവിയലും മോരുകാച്ചിയതും മീൻകറിയും കുറിച്ചുണ്ട്. ശ്രീനന്ദ പെട്ടെന്ന് തന്നെ ഇത്തിരി പച്ചപ്പയറെടുത്ത് തോരൻ വെച്ചു. കുട്ടികൾക്ക് പൊട്ടറ്റോ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. മീൻ പൊരിക്കാൻ വേണ്ടി ഫ്രീസറിൽ ഇന്ദിരാമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് തണുപ്പ് മാറ്റാനായി കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചു. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് വേഗം തന്നെ ഒരു റോസ്റ്റ് ഉണ്ടാക്കി. ശ്രീനന്ദ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതെല്ലാം ചെയ്യുമ്പോൾ. ഇന്ദിരയും ഭവാനിയമ്മയും നീലിമയും ഒക്കെയുണ്ട്. പക്ഷേ അവളുടെ വേഗത്തിലുള്ള ഈ കുക്കിങ് നീലിമയ്ക്ക് അത്ഭുതമായിരുന്നു. എത്ര പെട്ടെന്നാ ശ്രീനന്ദ ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങനെ പഠിച്ചു ഈ ഫാസ്റ്റ് കുക്കിംഗ്? നീലിമ ചോദിച്ചതും ശ്രീനന്ദ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. തന്റെ അവസ്ഥയാണ് തന്നെ ഇത്രയൊക്കെ ഇത് വേഗത്തിൽ ചെയ്യാൻ പ്രാപ്തയാക്കിയതെന്ന് ആ പാവം പെൺകുട്ടിക്ക് മാത്രമല്ലേ അറിയൂ. അതൊന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ. പിന്നെയും നീലിമ അവളെ വാനോളം പുകഴ്ത്തി സംസാരിച്ചു. ശ്രീനന്ദ എല്ലാത്തിനും മറുപടിയായി അതും കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതേയുള്ളൂ. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച ശേഷം അവരെ ഏകദേശം 9:30 മണിയോടെയാണ് അഥർവിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. വളരെ ഹാപ്പിയായിട്ടായിരുന്നു നീലിമയും അരുണുമൊക്കെ യാത്ര പറഞ്ഞത്. കുട്ടികൾക്ക് തമ്മിൽ പിരിയാനാണ് ഭയങ്കര സങ്കടം. ആര്യൻകുട്ടൻ അവർ പോയപ്പോ ഒരുപാട് കരഞ്ഞു. ശ്രീനന്ദയാണെങ്കിൽ അവനെയും എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോയി. മോനെ നീയും കൂടി ചെല്ല്, ഇനിയിപ്പോ നേരം ഇത്രയും ആയില്ലേ, പോയി കിടന്നോടാ. ഇന്ദിര പറയുന്നത് മൂളി കേട്ടുകൊണ്ട് അഥർവും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു. ആര്യൻകുട്ടൻ വല്ലാത്ത വിഷമത്തോടെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ്. മോനെ എന്താ ഇങ്ങനെ കരയുന്നത്? ആന്റിയുടെ ചക്കരക്കുട്ടൻ കരയുന്നത് കണ്ട ആന്റിക്കും വിഷമാകും കേട്ടോ. അവന്റെ ചുമലിൽ തഴുകിക്കൊണ്ട് ശ്രീനന്ദ പറയുവാണ്. എനിക്ക് മാത്രം കളിക്കാൻ ആരും കൂട്ടില്ല. എല്ലാവർക്കും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് അഥർവും അകത്തേക്ക് കയറി വന്നത്. ഒരു നിമിഷം അവനും ഒന്നും വല്ലാതായി. ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ശ്രീനന്ദ തിരിഞ്ഞു നോക്കിയത്. അഥർവ് വാതിലൊക്കെ അടച്ച ശേഷം കട്ടിലേക്ക് വന്നിരുന്നു. എന്തു പറ്റി? മോൻ എന്തിനാ കരയുന്നത്? അച്ഛാ, എത്ര വട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു അനിയത്തിക്കുട്ടിയെ വാങ്ങിത്തരാൻ. അച്ഛൻ കേൾക്കുന്നില്ലല്ലോ. ആര്യൻകുട്ടന്റെ സങ്കടം പറിച്ച് തുടരുകയാണ്. എനിക്ക് മാത്രം ആരുമില്ല. ഈ ഒരു വരി തന്നെയാണ് അവനെന്ന് ഉറങ്ങുവോളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വിധത്തിൽ ശ്രീനന്ദ അവനെ ഉറക്കി. ചോറിലേക്ക് ചേർത്ത് കിടത്തിയ ശേഷം അവൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് മുഖവും കഴുകി ഫ്രഷായി വന്നു. അഥർവ് ലാപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കിടക്കയിൽ തന്നെ ഇരിപ്പുണ്ട്. ശ്രീനന്ദയും വന്നിട്ട് അവന്റെ അരികിലായിരുന്നു. അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അഥർവിനറിയാം. അത് പറയുവാൻ അവൾക്ക് വല്ലാത്ത മടിയാണ് താനും. ലാപ്പൊക്കെ ഓഫ് ചെയ്ത് മേശയുടെ മുകളിലേക്ക് വെച്ച ശേഷം അഥർവ് വീണ്ടും ശ്രീനന്ദയുടെ അടുത്തായി വന്നിരുന്നു. ഒരു നിമിഷം ഇരുവരും മുഖത്തോട് മുഖം നോക്കി. എന്താ നന്ദി, എന്തു പറ്റി? അഥർവ് അവളുടെ വലങ്കൈ എടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചു. ആ വിരലുകളിൽ മെല്ലെ തഴുകി തലോടി. അല്ല, അത് പിന്നെ ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ, തനിക്ക് എന്നോട് എന്തു വേണമെങ്കിലും പറയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? അതല്ലെന്നേ, ആര്യൻകുട്ടന്റെ കരച്ചിൽ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. നന്ദേ, തന്റെ പഠിത്തം പൂർത്തിയാക്കിയ ശേഷം മതി ബാക്കിയെല്ലാം. ഇനി 2 വർഷത്തോളം കിടക്കുമല്ലേ, അത് കഴിയട്ടെ. 2 വർഷമൊന്നുമില്ല, എത്ര വർഷമാണെങ്കിലും ശരി. തന്റെ ഫൈനൽ ഇയർ എക്സാം കഴിയാതെ മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട. ആര്യൻകുട്ടന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൻ കുഞ്ഞല്ലേ, അവൻ ഇതിനെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പറയുന്നതാ. ആയിരിക്കാം, ഏട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മോൻ എന്നോട് ഈ കാര്യം പറഞ്ഞ് പിന്നാലെ കൂടിയിട്ട് എത്ര ദിവസമായെന്നറിയോ? അവൻ ശരിക്കും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടൻ. അതല്ലേ? എടോ, അവന്റെ പ്രായം ഇത്രയൊക്കെ ഉള്ളൂ. അവന്റെ ഫ്രണ്ട്സിനൊക്കെ സഹോദരങ്ങളും കാണും. ഒക്കെ ശരി തന്നെയാണ് എന്ന് കരുതി നന്ദ തന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഥർവ് അവളെ നോക്കിയതും ശ്രീനന്ദയുടെ മിഴികൾ അറിയാതെ താണുപോയി. അല്പം കൂടി അടുത്തേക്ക് നീങ്ങിയത് അഥർവ് തന്റെ വലം കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നന്ദ, ഇവന്റെ ഇത് കുഞ്ഞു മനസ്സാണ്.
കുറച്ചു മുന്നേ കുട്ടികളുമായി കളിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് അവൻ തന്നോട് പോലും ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്നാൽ തനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത്. തന്റെ ആഗ്രഹം താൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? തനിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരു നിലയിലെത്തണമെന്ന്. എടോ, ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ താനും ഓവർ സ്ട്രെസ്ഡ് ആകും. ആര്യൻകുട്ടൻ, കുഞ്ഞ്, പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ, ഒപ്പം തന്റെ പഠിത്തം എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും തന്നെ കൊണ്ടാവില്ല. പണ്ടത്തെ കാലത്തേക്ക് പെൺകുട്ടികൾ ഇതിനൊക്കെ പ്രാപ്തരായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ഈ തലമുറയിൽ ഇത്തിരി ബുദ്ധിമുട്ടാടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം പഠിത്തം, അതിനുശേഷം മതി ബാക്കിയെല്ലാം. എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ നന്ദെ എല്ലാ അർത്ഥത്തിലും അറിയുവാൻ. എൻ്റെ മനസ്സും കൊതിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സിനെ അടക്കി നിർത്തുന്നില്ലേ? പിന്നെന്താ തനിക്ക്? അതിർവിൻ്റെ ആ വാക്കുകളിൽ അവളിൽ ഒരു വിറയൽ പടർന്നു. ശ്രീനന്ദയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടത് അവന് ചിരി വന്നു. അവൾ ഇത്തിരിയൊന്ന് അകന്നു മാറാൻ നോക്കിയപ്പോ അതിർവിന്റെ വലം കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. എങ്ങോട്ടായി പായാൻ നോക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് കിടക്കണ്ടേ ഏട്ടാ. പിടുത്തം പരമാവധി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണവൾ പറയുന്നത്. ജസ്റ്റ് എന്റെ വലം കൈയൊന്ന് മുറുക്കിയപ്പോ ഈ അവസ്ഥയാണെങ്കിൽ പിന്നെ ഒരു കുഞ്ഞുവാവ ഉണ്ടാകാൻ വേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ എത്രമാത്രം പാടുപെടുന്നെന്താ? അവളുടെ കാതോരം അവന്റെ ശബ്ദം കേട്ടു. ശ്രീനന്ദയ്ക്ക് അവളുടെ പെരുവിരിൽ നിന്നും ഒരു തരിപ്പ് പോലെ ശ്വാസനിശ്വാസം വർദ്ധിച്ചു. ശരീരമാകെ വിറയിൽ പടർന്നു. അതിർവ് അവളെ പിടിച്ചുകൊണ്ട് അതേ ഇരിപ്പിരുന്നു. ശ്രീനന്ദ ഓർക്കുമായിരുന്നു, അതിർവിനെ പോലെ ഒരുവനെ തനിക്ക് കിട്ടിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന്. ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരുവരായിരിക്കണം ഭർത്താവ്. അല്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വസ്തുവാക്കി കളയരുത് തന്റെ പാതിയെ. ശ്രീനന്ദ കുഞ്ഞിന്റെ അരികിൽ നിന്നും തിരിഞ്ഞു അതിർവിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. വലം കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. എന്താണ്? ഒന്നുമില്ല. പിന്നെ അത് ഞാനൊരു കാര്യം, ഇനിയും എൻ്റെ നന്ദയ്ക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ വേണോ? അതല്ല ഏട്ടാ. പിന്നെന്താ? ഇടം കൈമുട്ട് ബെഡിലേക്ക് കുത്തിക്കൊണ്ട് അവൾ മുഖം ഉയർത്തി. ശേഷം ഇത്തിരി മേൽപോട്ട് ഊർന്നു വന്നിട്ട് അതിർവിന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു. ഒരു നിമിഷം കൊണ്ട് അവനും അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. അവന്റെ കഴുത്തിടുക്കിലേക്ക് അവളുടെ മുഖം അമർന്നു. എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? ശ്രീനന്ദ മെല്ലെ മന്ത്രിച്ചു. ആര്? എൻ്റെ ആര്യൻകുട്ടൻ്റെ അച്ഛനെ. എനിക്കും. അവൻ പറഞ്ഞതും അവൾ അവനെ ഇറുക്കിപ്പുണർന്നിരുന്നു. എൻ്റെ നന്ദിയോ ആര്യൻകുട്ടനുമാണ് ഈ ജീവിതത്തിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് അച്ഛനോടും അമ്മയോടുമാണ്. നിന്നെ കണ്ടുപിടിച്ച് എൻ്റെ ഈ കൈകളിൽ ചേർത്ത് തന്നത് അവരാണല്ലോ. അതിർവ് പറഞ്ഞു നിർത്തി. ഒപ്പം അവളുടെ നെറുകയിൽ തിരിച്ചു ഒരു മുത്തം കൊടുത്തു. ഒരു പുഴ പോലെ ശാന്തമായി അവരുടെ പ്രണയം ഒഴുകുകയാണ്. അവന്റെ ഒരു തലോടൽ, ആ സാമീപ്യം, കരുതൽ, സ്നേഹം, എല്ലാത്തിലുപരി അവന്റെ പ്രണയം, ഇതൊക്കെയായിരുന്നു നന്ദയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പിന്നീടുള്ള ഓരോ ദിവസവും നന്ദയ്ക്ക് പഠിക്കാൻ ഏറെയുണ്ട്. അവൾ ആകെ തിരക്കിലുമായി. ഒന്ന് രണ്ട് ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ശ്രീനന്ദയായിരുന്നു ടോപ്പർ. പഠിക്കുവാൻ വേണ്ടി അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതിർവാണ്. അവൾ പഠിച്ച ക്ലാസ്സിൽ ടോപ്പർ ആകണമെന്നാണ് അവൻ നന്ദിയോട് എപ്പോഴും പറയുന്നത്. അങ്ങനെ അടുത്ത എക്സാമിന് ശ്രീനന്ദ അതിർവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് 1ാം സ്ഥാനക്കാരിയായി മാറി. ഏറെ സന്തോഷത്തോടെയാണ് അവൾ തന്റെ മാർക്ക് ലിസ്റ്റുമായി അതിർവിന്റെ അടുത്തേക്ക് വന്നത്. അവളെ കാത്ത് അതിർവ് കാറിലുണ്ടായിരുന്നു. മാർക്ക് ലിസ്റ്റൊക്കെ കാണുന്നുണ്ടെങ്കിലും മാർക്ക് കണ്ടിട്ട് സന്തോഷമുണ്ടെങ്കിലും അവന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് ശ്രീനന്ദയ്ക്ക് തോന്നി. എന്തു പറ്റിയേട്ടാ മൂക്കൊക്കെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദ അവനെ സൂക്ഷിച്ചു നോക്കി. ഏയ്, പ്രശ്നമൊന്നുമില്ലടോ, തനിക്ക് തോന്നുന്നതാവും. അല്ല, എനിക്ക് തോന്നുന്നതൊന്നുമല്ല. ഏട്ടന് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല നന്ദ, ഞാൻ പറഞ്ഞില്ലേ. എന്നോട് കള്ളം പറയരുത്. എന്തോ വിഷയമുണ്ട്. ഏട്ടന്റെ മുഖം കണ്ടാലറിയാം. അവൾ വീണ്ടും അതിർവിനോട് ചോദിച്ചു. അത് പിന്നെ നന്ദ, എനിക്കൊരു ബിസിനസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു 20 ഡേയ്സ് ഹൈദരാബാദ് വരെ ഒന്ന് പോകണം. അത് കേട്ടതും ശ്രീനന്ദയുടെ മുഖം വാടി. മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് തന്നെ
അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. എന്നത്തേക്കാണ് ഏട്ടാ? ഡിസംബർ 20th എനിക്ക് പോവേണ്ടത്. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഹൈദരാബാദിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്യാനാണ്. പോകാതിരിക്കാൻ വരെ നിവൃത്തിയില്ല. പക്ഷെ അത്രയും ദിവസം നിങ്ങളെയൊക്കെ കാണാതെ എങ്ങനാണ്? അതാണ് ഒരു സങ്കടം. ഏയ്, അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ഏട്ടൻ സങ്കടപ്പെടണ്ട. നമ്മുടെ കമ്പനി ഒരുപാട് ഉയരങ്ങളിലെത്തണ്ടേ? അതിന് ഈ യാത്ര ആവശ്യമായിരിക്കും. ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. നമുക്ക് പരസ്പരം വീഡിയോ കോളൊക്കെ ചെയ്ത് കാണാമല്ലോ. ശ്രീനന്ദ അവന്റെ കാൽത്തുടയിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അഥർവ് എന്തൊക്കെയോ ആലോചിച്ച് തലകുലുക്കി. എന്നാലും അവന് ഒരുപാട് സങ്കടമുണ്ടെന്ന് നന്ദയ്ക്ക് തോന്നിയിരുന്നു. നന്ദ, കാര്യം പറഞ്ഞ ക്രിസ്മസ് വെക്കേഷൻ ടൈമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? ഏയ്, അതൊന്നും ശരിയാവില്ലേട്ടാ. അമ്മയ്ക്ക് യാത്രയൊക്കെ ബുദ്ധിമുട്ടാ. പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ. നമ്മൾ എല്ലാരും കൂടി വിട്ടുനിന്നാ പറ്റില്ലെന്നേ. പിന്നെ ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ? അതിന്റെ ഇടയിൽ ഫാമിലിയെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഏട്ടന് തന്നെ അതൊക്കെ വലിയ പാടാകും. ശ്രീനന്ദ പറയുന്നത് ശരിയാണെന്ന് അഥർവിനും തോന്നി. അവനെല്ലാം കേട്ടുകൊണ്ട് തലകുലുക്കി. കാര്യം പറഞ്ഞാൽ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും ശ്രീനന്ദയുടെ ഹൃദയം വിങ്ങി പൊട്ടുകയായിരുന്നു. 20 ദിവസത്തോളം അഥർവിനെ കാണാതെ എങ്ങനെ കഴിച്ചു കൂട്ടു എന്നുള്ളതാണ് അവളുടെ ചിന്ത. വീട്ടിൽ ചെന്നിട്ട് അഥർവ് വിവരം പറഞ്ഞപ്പോൾ അവർക്കും സങ്കടം. എന്നാലും എന്റെ മോനെ, ഇത്രയും ദിവസം വേണോടാ? ഇന്ദിര ചോദിച്ചു. വേണോ അമ്മേ? ഇതൊരു ലോങ് മീറ്റിംഗ് ആണ്. കോടികളുടെ കോൺട്രാക്റ്റ് ആണ് അവർ ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ്. അഥർവ് അമ്മയോട് മറുപടി പറഞ്ഞു. ശോ, എന്നാലും ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവൻ പോയിട്ട് വരട്ടെ. താൻ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കരുത്. മാധവൻ ശബ്ദമുയർത്തിയത്. ഇന്ദിര നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. കഥ വായിച്ചിട്ട് എന്നത്തെയും പോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു പോണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.